സാധ്യതയുണ്ട്. ശ്രീ പ്രദീപാണ്, ന്യൂയോർക്കിൽ നിന്നാണ് ശ്രീ പ്രദീപ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, ലോകത്ത് യഥാർത്ഥത്തിൽ ഈ പലസ്തീനിൽ ഇപ്പോൾ തുടരുന്ന കൂട്ടക്കുരുതിയെ ന്യായീകരിക്കുന്ന, അംഗീകരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് അമേരിക്കയും ഒന്ന് ഇസ്രയേലും. ആ രണ്ടു രാജ്യങ്ങളുടെ തലവന്മാർ കൂടിയിരുന്ന് എന്തായാലും അവിടേക്ക് ഒരു 20 ദിന സമാധാന നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ആത്മാർത്ഥതയൊക്കെ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അങ്ങനെയെങ്കിലും ആ കൂട്ടക്കുരുതി ഒന്ന് അവസാനിക്കാൻ സാധ്യതയുണ്ടോ? നമസ്കാരം മിസ്റ്റർ കിരൺ. നമസ്കാരം പ്രദീപ്. മിസ്റ്റർ കിരൺ, നിങ്ങൾക്കെല്ലാം സുഖം വിചാരിക്കണം. എന്തായാലും ഒരു ചെറിയ കഥ, സമയം തരണം, അല്ല ഒരുപാട് സമയം തരണ്ട, കുറച്ച് മതി. ഒരു 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കുറച്ച് തീവ്രവാദികൾ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം 14 വയസ്സ് മുതൽ 68 വയസ്സ് വരെ പ്രായമുള്ള മുതുക്കനും കിളവനും ആയ ആ ആൾക്കാർ ചേർന്ന് ഏതാണ്ട് 65ഓളം പേര് ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൂട്ടക്കുരുതി അത് ചത്തുപോയി. അത് പാവം ചത്തുപോയി. എന്നിട്ട് ആ ഡെഡ് ബോഡി എടുത്ത് ഒരു ട്രക്കിന്റെ പുറകില് അതിന്റെ ഒരു കാലില് കെട്ടിയിട്ട് അതിനെ ഈ ട്രക്കിന്റെ പുറകിലിട്ട് വലിച്ചുകൊണ്ട് പോവുക. എക്സ്ക്യൂസ് മീ, ഐ ഫീൽ സോ സോറി ബിക്കോസ് അത് ആലോചിക്കുമ്പോ തന്നെ ഐ ഗെറ്റ് വെരി അപ്സെറ്റ്. അതിന്റെ കാലിനെ വലിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഈ സൈഡിലൊക്കെ തട്ടിയിട്ട് അതിന്റെ ഒരു കാലും ചെതറിപ്പോകും. അതെ, അതിന്റെ ഒരു കാല്, ഒരു 16 വയസ്സ് മാത്രം പ്രായമുള്ള, മനസ്സിലായി, താങ്കളുടെ കാര്യത്തിലേക്ക് വരും, അതിന്റെ കാലങ്ങ് ചെതറിപ്പോകും. അപ്പൊ അതിന്റെ ആ വീഡിയോ എടുത്ത് ലോക മാധ്യമങ്ങൾ അയച്ചു കൊടുത്തു. ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ഇസ്രയേലി പെൺകുട്ടിയാണ്. ഒക്ടോബർ 7-ന് ആ ക്രൂരകൃത്യം നടത്തിയ പ്രദീപ്, താങ്കൾക്ക് ഇങ്ങോട്ട് ചെയ്ത ക്രൂരകൃത്യത്തിന്റെ ഒരു കഥയാണ് പറയാനുള്ളതെങ്കിൽ ആ പലസ്തീൻ എന്ന് പറയുന്ന ജനതയ്ക്കുമേൽ ഇസ്രയേലുകാർ എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങളുടെ 10,000 കഥകൾ പറയാനുണ്ട്. ഇന്നത്തെ കണക്കനുസരിച്ച് 66,000 മേലിലാണ് ആകെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം. അതിൽ 2000-ൽ താഴെ 1900 ആളുകൾ മാത്രമാണ് ഇസ്രയേൽ പൗരന്മാരുള്ളത്. ബാക്കി വന്ന 64,000-ഓളം പൗരന്മാരും പലസ്തീനികളാണ്. അവരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 5 ലക്ഷത്തോളം വരുന്ന പലസ്തീനികളാണ് കൊടും പട്ടിണിയിൽ നിൽക്കുന്നത്. അപ്പോഴും ഈ ഒറ്റ കഥയും കൊണ്ട് താങ്കൾ എന്തിനാണ് വരുന്നത്? സൂപ്പർ, ഒറ്റ കഥ താങ്കൾക്ക് വിഷമം തോന്നുന്നില്ല? എനിക്ക് വിഷമം തോന്നില്ല എന്നുള്ളതല്ല, എവിടെയാണോ ക്രൂരകൃത്യം കൂടുതലുള്ളത് അവർക്ക് നേരെ തിരിക്കേണ്ടതിന് പകരം തിരിച്ചടിക്കുന്നവന്റെ 1-2 കഥകൾ എടുക്കുകയല്ല വേണ്ടത്. അതല്ല മനുഷ്യത്വം. ഞാനാണ് കോൾ ചെയ്തത് താങ്കളെ. പ്ലീസ് ഗിവ് മീ എ ചാൻസ് ടു ടോക്ക്. താങ്കൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്, നിങ്ങൾക്ക് ഒരു ആശയമുണ്ട്. എന്റെ ആശയം പറയാനാണ് ഞാൻ വിളിച്ചത്. താങ്കളുടെ ആശയം പറഞ്ഞോളൂ. അത് മനുഷ്യത്വത്തിന് വിരുദ്ധമാണെങ്കിൽ ഞാനത് പറയും. താങ്കൾക്കാണ്. അന്ന് ആ പെൺകുട്ടിയെ, എന്റെ മകളുടെ പ്രായമുണ്ടായിരുന്ന ആ പെൺകുട്ടി, അങ്ങനെ ആ മകളുടെ പ്രായമുള്ള അതേ പെൺകുട്ടിയെ പോലെ എത്ര പെൺകുട്ടികൾ, എത്ര ആൺകുട്ടികൾ ഓരോ ദിവസവും ഈ ഇസ്രയേലിന്റെ ബോംബ് വർഷമേറ്റ് മരിച്ചു വീഴുന്നു. അതിന്റെ കണക്കൊന്നും താങ്കൾ വായിക്കാറില്ലേ? ഞാൻ വായിക്കുന്നതിന് മുമ്പ് ഞാൻ താങ്കളോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു. ഗിവ് മീ എ ചാൻസ്, ലെറ്റ് മീ ടോക്ക്. ഗിവ് മീ എ ചാൻസ് പ്ലീസ്. ഞാൻ പറയുന്നത് ഏതൊരു വ്യക്തി മരിക്കുന്നതും ഏതൊരു കുട്ടി മരിക്കുന്നതും വേദനാജനകമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടത് സംഭവിച്ചു എന്നാണ്. ഒരു 10 കൊല്ലത്തോളം സമാധാനപരമായിരുന്ന ഒരു സ്ഥലത്ത് സമാധാനപരമായിരുന്നത് ഏതെങ്കിലും ഒരു വർഷം തികച്ച് ഇസ്രയേലിന്റെ ബോംബ് വർഷം വീഴാത്ത ഏതെങ്കിലും ഒരു കാലം പലസ്തീനിൽ ഉണ്ടായിട്ടുണ്ടോ? ഏറിയും കുറഞ്ഞുമെല്ലാം എല്ലാ കാലത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ ഉണ്ട്. എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞ തുടർച്ചയായി 10 വർഷം സമാധാനമായിരുന്നു എന്ന് പറഞ്ഞത്? മിസ്റ്റർ കിരൺ, ഇവിടെ മരിക്കുന്നത് നിസ്സഹായരായ ജനങ്ങളാണ്. കൊല്ലുന്നത് ആരാണ്? അവരെ കൊല്ലുന്നത് ആരാണ്? ഒന്ന് തീവ്രവാദികളാണ്, മറ്റൊരു രാഷ്ട്രമാണ്. അതാരാ? ആ കൊല്ലുന്ന രാഷ്ട്രത്തെ കൂട്ടു നിൽക്കുന്ന ആരാണ്? കൊല്ലുന്ന രാഷ്ട്രത്തോട് കൂട്ടു നിൽക്കുന്നതിൽ ഇന്ത്യയുണ്ട്. താങ്കൾക്കറിയാമോ? ഇന്ത്യയില്ല. ഇന്ത്യ പലസ്തീനൊപ്പമാണ്. ഇന്ത്യ പരമ്പരാഗതമായി ഇപ്പോഴും പലസ്തീനൊപ്പമാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇത്തവണ ഇന്ത്യ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഒക്ടോബർ 7. ശ്രീ പ്രദീപ്, ഒരു കാര്യം അടിസ്ഥാനപരമായി താങ്കൾ മനസ്സിലാക്കണം. താങ്കൾ അമേരിക്കയിൽ നിൽക്കുന്നതിന് അമേരിക്കയെ ന്യായീകരിക്കാനൊക്കെ താങ്കൾക്ക് വലിയ ന്യായങ്ങൾ കാണും. അത് താങ്കൾ ന്യായീകരിച്ചോളൂ. പക്ഷേ ഇന്ത്യ രാജ്യത്തെ അതിന്റെ പേരിൽ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. ഇന്ത്യക്ക് അന്തസ്സായ നിലപാടുണ്ട്. ഇന്ത്യ എല്ലാ കാലത്തും പലസ്തീനെ സഹോദര രാജ്യമായി തന്നെയാണ് കാണുന്നത്. ഇന്ത്യ ഒരിക്കലും പലസ്തീനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ലോകത്തിൽ ആദ്യമായി പാലസ്തീൻ അംഗീകരിച്ച രാജ്യമാണ് ഇന്ത്യ. അത് ഇപ്പോഴും ആ സ്റ്റാറ്റസ് കോ നിലനിർത്തുന്നുണ്ട്. ഞാൻ എന്ത് പറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ അതുപോലും താങ്കളെ മുഴിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. നോക്കൂ, താങ്കളെ മുഴിപ്പിക്കാനൊക്കെ പറയുന്നത് താങ്കൾക്ക് ഇസ്രയേലിനെ ന്യായീകരിക്കാനുള്ള ന്യായങ്ങൾ ഇങ്ങനെ കഥ പോലെ പറഞ്ഞു വന്നാൽ അത് മുഴുവൻ കേട്ടു നിൽക്കാനൊന്നും കഴിയില്ല. താങ്കൾ വേണം കേട്ടിരുന്നാൽ മതി. ഇസ്രയേലിൽ മരിക്കുന്ന ആൾക്കാരല്ലേ? എന്താ ഇസ്രയേലുകൾ? ഇസ്രയേൽ മരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇസ്രയേൽ മരിക്കുന്ന ആളുകളുടെ അത്ര എണ്ണമാണോ പലസ്തീനിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്? അതെന്താ മിസ്റ്റർ കിരണിന് വേദന തോന്നുന്നില്ല? പ്രദീപ്, താങ്കൾ താങ്കൾ മിനിമം ഒരു മനുഷ്യനാവാരെങ്കിലും കഴിയണം.
ഞാൻ പറഞ്ഞല്ലോ, ഇസ്രയേൽ മരിച്ച മനുഷ്യനായാലും പലസ്തീനിൽ മരിച്ച മനുഷ്യനായാലും രണ്ടുപേരുടെയും വേദന ഒന്നാണ്. പക്ഷേ പലസ്തീനിൽ മരിച്ചു വീഴേണ്ടി വന്നത് 64,000-ഓളം മനുഷ്യരാണ്. മറ്റിടത്ത് മരിച്ചു വീണത് 2000-ൽ താഴെ മനുഷ്യർ മാത്രമാണ്. ഇപ്പോഴും തുടർച്ചയായ ഒരു രാജ്യത്തെ കൂട്ടക്കുരുതി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. മിസ്റ്റർ കിരൺ, ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാം. എന്റെ വീട്ടിൽ കയറി ഇതേപോലെ ഒരുത്തം കാണിച്ച അവന്റെ വീട്ടിൽ കയറി അവന്റെ അടി വരെ ഞാൻ ഇളകിട്ട് പോകും. അതാണ് ഇപ്പൊ ഇസ്രയേൽ ചെയ്യണത്. അതിന് ഇസ്രയേലൊന്നുമല്ല കാണിക്കുന്നത്. താങ്കൾക്ക് ന്യായീകരിക്കും, താങ്കൾ എത്ര വേണമെങ്കിലും ന്യായീകരിച്ചു, ഒരു കുഴപ്പമില്ല. ഒരുത്തം ചെയ്താൽ അവന്റെ അടി വരെ ഞാൻ ഇളകിട്ടേ പോകൂ. എന്റെ അവസാനം ഐ യൂസ് മൈ പ്രദീപ്, അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് താങ്കൾ അവകാശവാദം ഉന്നയിക്കുന്നത് അത് മനുഷ്യന്റെ ഒരു ഹുങ്കാണ്, അഹങ്കാരമാണ്. പാവപ്പെട്ട ഒരു മനുഷ്യന്റെ വീട്ടിൽ കയറി ഏതെങ്കിലും ഒരു ഗുണ്ട എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ അവന്റെ അടിവേരിറക്കുമെന്നൊന്നും അവർക്ക് പറയാൻ കഴിയില്ല. ഇത് താങ്കളുടെ കേവലമായ ഒരു ഈ അധികാരമുള്ള മനുഷ്യന്റെ ഒരു അഹംഭാവം ഉണ്ടല്ലോ, അതൊക്കെ വെറും എന്ന് പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ എന്ന് കൂടി മനസ്സിലാക്കണം. നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ വീട്ടുകാരെ ഏത് മനുഷ്യനായാലും പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിൽ കയറി, ഈ പറയുന്ന പലസ്തീന്റെ മനുഷ്യരുടെ വീട്ടിൽ കയറി എത്ര കാലമായി ഇവർ ഗുണ്ടായിസം കാണിക്കുകയാണ്. അവർക്കും ഇങ്ങനെ തിരിച്ചടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ പാവപ്പെട്ട രാജ്യത്തിന് അതിനുള്ള ശേഷിയില്ല. അവിടുത്തെ സാധാരണക്കാർ പട്ടിണിയിലാണ്. 5 ലക്ഷത്തോളം പേര്, ആകെ 21 ലക്ഷമേ ഉള്ളൂ ജനത. അതിൽ 5 ലക്ഷം കൊടും പട്ടിണിയിലാണ്. സാധാ പട്ടിണിയല്ല, കൊടും പട്ടിണിയിലാണ്. അവർ പരസ്പരം ഒരാൾക്ക് കിട്ടുന്ന ബ്രെഡ് മറ്റയാൾ കടിച്ചു വരിച്ചെടുക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. നിങ്ങൾ എത്രയൊക്കെ കിടന്നുകൊണ്ട് ന്യായീകരിക്കാൻ നോക്കിയാലും ന്യായം ആര് മരിച്ചാലും അതിന്റെ കൂടെ തന്നെയാണ്. എന്നുവെച്ചാൽ താങ്കളുടെ ചിന്ത എന്താണ്? താങ്കൾ ഇനിയും ആ കുട്ടക്കുരുതി തുടരണമെന്നാണോ? ഒരിക്കലും ഞാനത് പറയില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ താങ്കളുടെ പക്ഷം ഏതാണ്? എന്റെ പക്ഷം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഇസ്രയേലിന്റെ കൂടെ തന്നെയാണ്. ശരി, ഓക്കെ. അപ്പോൾ താങ്കളുടെ പക്ഷം ശരിയാണ്. താങ്കൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ന്യായീകരിക്കും. ലോകത്ത് 2 രാജ്യങ്ങൾ മാത്രമേ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കാനുള്ള 50 രാജ്യങ്ങളുടെ പ്രതികൾ എണീറ്റു പോയത്. മിസ്റ്റർ കിരൺ, അതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. പഹൽഗാമിലെ തീവ്രവാദികൾക്ക് പഹൽഗാം അല്ലല്ലോ വിഷയം, അത് അവിടെ നിൽക്കട്ടെ. ഇതിനിടയിൽ വേറെ പഹൽഗാമൊക്കെ എടുക്കാതെ താങ്കൾ ഈ കാര്യം പറയും. പ്രദീപ്, ഈ കാര്യം പറയൂ. താങ്കൾ എന്തിനാണ് താങ്കൾ ഒളിച്ചോടുന്നത്? ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടി പഹൽഗാം അല്ലല്ലോ ഇവിടെ ചർച്ച. രാജ്യത്തിന്റെ പേരാണ് പാലസ്തീനും ഹമാസും. താങ്ക് യു. ശരി, ഓക്കെ. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. താങ്കളുടെ ബോധപൂർവം ഒരാൾ അങ്ങനെ പറയൂ എന്ന് തീരുമാനിക്കുന്ന ആളിനോട് നമ്മൾ തർക്കിച്ചതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശ്രീ സുരേഷ് കുമാറാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ സുരേഷ് കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ട്രംപ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു, 20 നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ആ നിർദ്ദേശം പാലിക്കപ്പെട്ട് അവിടെ സമാധാനം പുലരാൻ സാധ്യതയുണ്ടോ? ശ്രീ സുരേഷ് കുമാർ കേൾക്കാമോ? കേൾക്കാം, പറയാം. ശ്രീ സുരേഷ്, അതായത് ഈ 20 നിബന്ധനകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേതെങ്കിലും പാലിക്കപ്പെടുമോ? ഒന്ന്, കൊലപാതകം ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല. എന്നാൽ ഒക്ടോബർ 7-ാം തീയതി എന്ന കാര്യം ഇസ്രയേൽ അങ്ങോട്ട് കയറിയതല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വരെ എടുത്തതിൽ പറയാം, ഈ ഇസ്ലാമികമായിട്ടുള്ള ഈ ഉഗ്രവാദം ഇതെന്ന് അവസാനിക്കുന്നില്ലയോ അത് ഇസ്ലാമിന് തന്നെ ദോഷമാണ്. ഇത് നിർത്തേണ്ട ഇസ്ലാം തന്നെയാണ്. ഇസ്ലാം തന്നെ ഇതിന് മുമ്പിട്ടിറങ്ങണം. പരിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ നല്ല കാര്യങ്ങൾ ആരെങ്കിലും ഹമാസ് എടുക്കുന്ന നിലപാടുകളോട് ഈ മുസ്ലിം രാജ്യങ്ങളൊന്നും ഇപ്പോൾ കാര്യമായി യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെ തള്ളിപ്പറയുന്ന നിലപാടിനെ കൂടിയാണ് പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ അപ്പോഴും ഈ ഹമാസിനെ തള്ളിപ്പറയുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ മറ്റു രാജ്യത്തിനുമേൽ ഒരു മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇസ്രയേലിനെ കൂടി നമ്മൾ തള്ളി പറയണ്ടേ? അവിടെ എന്താണ് നിങ്ങൾ മൗനമായിരിക്കുന്നത്? അവിടെയാണ് വിഷയം. അല്ല, അവർ മൗനമായി തിരിക്കല്ല. കാര്യം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പാണ് ഇപ്പോൾ അവർ നോക്കുന്നത്. ഞാൻ ആരുടെ സൈഡ് പിടിക്കല്ല. ഈ കൊലപാതകം എന്ന് പറയുന്ന ആരും ചെയ്താലും അത് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു വലിയ ലോകത്തെ ഏറ്റവും വലിയ ശ്രീ സുരേഷ് ഒരു സംശയം. ഇസ്രയേൽ എന്ന്